Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടിപിയാണ്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ ചാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ബിസിനസ് ആശയങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇന്നും അത്തരത്തിലൊരു നല്ല ബിസിനസ് ആശയമാണ്. നല്ല ബിസിനസ് ആശയം മാത്രമല്ല, ഇത് ഫ്രാഞ്ചൈസി ബേസ്ഡ് ബിസിനസ്സാണ്. നമുക്ക് നല്ല ഫ്രാഞ്ചൈസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നല്ല ഓർഡേഴ്സ് കിട്ടുകയും നമുക്ക് മാസം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നൊരു പറയാൻ വന്ന ഒരു അടിപൊളി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് മുൻപരിചയം ഒന്നും ഇല്ലെങ്കിൽ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഫ്രാഞ്ചൈസി ബിസിനസ് ആശയമാണ്. ഐഡിയ എന്താണ്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, എങ്ങനെയുണ്ട് ഇതിനകത്തുള്ള പ്രോഫിറ്റ് വരുമാനം കാര്യങ്ങളൊക്കെ എന്നുള്ള A to Z കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരു നല്ല പ്രോബ്ലം സോൾവ് ചെയ്യുന്നൊരു ബിസിനസ് മോഡലാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്ന സാധനമാണ് ഫോൺ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. മിക്ക ആൾ ഇതില്ലാത്തൊരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു ആൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പം വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു സ്മാർട്ട് ഫോണിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ്, എന്താണ് അടുത്ത ഇത്? മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്നൊരു അപ്രോച്ച്, നമ്മളൊരു സ്മാർട്ട് ഫോൺ പ്രത്യേകിച്ചിട്ടും വില കൂടിയ സ്മാർട്ട് ഫോണൊക്കെ ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, വാങ്ങി വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. ഒന്ന് ഡയഗ്നോസ് ചെയ്യണം. ചില സമയങ്ങളിൽ പെട്ടെന്നാവും, ചില സമയങ്ങളിൽ എടുക്കും. പക്ഷേ ഇതൊക്കെ ആക്ച്വലി ഒരു പ്രത്യേക റൂമിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ കയ്യിൽ ആ ഫോൺ ഇല്ലാത്തടത്തോളം സമയം നമ്മൾ ഭയങ്കര സ്കെപ്റ്റിക്കലായിരിക്കുമല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. ഇതൊരു കസ്റ്റമറുടെ ഒരു എക്സ്പീരിയൻസ് പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് സോൾവ് ചെയ്തുകൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിത്തിൻ 1 hour കസ്റ്റമറുടെ മുന്നിൽ വെച്ച് തന്നെ ലൈവായിട്ട് എന്ത് ചെയ്യുന്നു, മൊബൈൽ റിപ്പയറിംഗ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സർവീസ് സെൻറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറിംഗ് ആണ് മാഗ്നസ് സ്റ്റോഴ്സ് ആൻഡ് കെയർ എന്ന് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മാഗ്നസ് ഇന്നോവേറ്റീവ് ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 13 വർഷമായിട്ട് മഞ്ചേരി ആസ്ഥാനമാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് ഈ ഒരു രംഗത്ത് വളരെ അധികാരികമാരായിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ കഴിഞ്ഞ 6 മാസമായിട്ട് തുടങ്ങിയ ഒരു ഫ്രാഞ്ചൈസി ബേസ്ഡ് ബിസിനസ് മോഡലാണ് മാഗ്നസ് സ്റ്റോഴ്സ് ആൻഡ് കെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഈ ഒരു സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത എക്സ്ക്ലൂസീവ് സ്റ്റോറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് 1 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് കയ്യിൽ റിപ്പയർ ചെയ്ത് കിട്ടുന്നു. അതുമാത്രമല്ല, ലൈവായിട്ട് ആ പ്രൊഡക്റ്റ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നു. അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു അത് നല്ലൊരു ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള ഒരു കമ്പനീനെ അപേക്ഷിച്ച് നല്ലൊരു ഡെലിവറബിൾ ആണ് അല്ലേ. ഇതാണ് യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ, USP എന്ന് പറയും അല്ലേ. ഇനി ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ ഗുണം? ഫ്രാഞ്ചൈസി എടുക്കുന്നത് സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മളൊരു മൊബൈൽ ഷോപ്പോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററോ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് നമ്മൾ ഒരാളെ പണിക്ക് വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയങ്ങളിലും ചിലപ്പോൾ ആ ഒരു പണിക്കാരൻ്റെ ചിലപ്പോൾ അയാൾ പോവും, ചിലപ്പോൾ വേറെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ കുറച്ചും കൂടി നല്ല സാലറി കിട്ടി വിട്ടുപോകും. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അയാൾ സ്വന്തമായിട്ടൊരു ഒരു ലെവൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ പുള്ളിക്കാരൻ തന്നെ വേറെ ഷോപ്പ് ഇടും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതൊരു ഭയങ്കര അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അല്ലേ. സ്കില്ലിനാണ് കറക്റ്റായിട്ട് എമൗണ്ട് അല്ലേ. അപ്പം നമ്മൾ മാഗ്നസിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ലേബർ പ്രോബ്ലം എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിഫൈഡ്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 13 വർഷമായിട്ട് മൊബൈൽ ഫോൺ ഹൈടെക് ആയിട്ടുള്ള അത്യാധുനിക രീതിയിൽ മെഷീൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ റിപ്പയറിങ് ചെയ്യേണ്ടത് അതിൻ്റെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 272 കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് 272 ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും, കേരളം അടക്കം പല സംസ്ഥാനങ്ങളിലും വലിയ ഒരുപാട് കമ്പനികളിലേക്ക് ഈ ടെക്നീഷ്യൻസിനെയും സർവീസുകളേക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് മാഗ്നസ്. അവരുടെ പുതിയൊരു വെഞ്ചർ കഴിഞ്ഞ 6 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വെഞ്ചറാണ് മാഗ്നസ് സ്റ്റോഴ്സ് ആൻഡ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റോറുകൾ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണ്. അതിൽ കേരളത്തിൽ 232 സ്റ്റോഴ്സാണ് വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 സ്റ്റോറുകൾ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. അതിൻ്റെ 70 പരം മുകളിൽ സ്റ്റോറുകളുടെ ഓൾറെഡി അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും ഈ ഒരു സംഭവത്തിൻ്റെ ഡിമാൻഡ്. ഇനിയും വളരെ ചുരുക്കം സ്റ്റോറുകൾ ആണ് ബുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ കസ്റ്റമറെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. ഇനി ഈ നേരത്തെ പറഞ്ഞ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുടെ സംബന്ധിച്ച് എന്താണ്, ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. എന്ത് ചെയ്യും, ഇൻ കേസ് ആ പുള്ളിക്കാരൻ വേറൊരു സ്ഥലത്ത് പോയാൽ തന്നെ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല, ഇവർ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹൈ കോർ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയി. ഇതാണ് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വാല്യൂ ആഡ് ഇടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, എനിക്കിപ്പോൾ ഈ ഒരു മേഖലയിൽ പരിചയമില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും, എനിക്ക് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റും. കാരണം എന്ത് ചെയ്തു, നിങ്ങൾ കേരളത്തിലെ
പാറശാലയിലെ മാഗ്നസിൽ പോയി കഴിഞ്ഞാലും മറിച്ച് കാസർഗോഡിൻ്റെ അങ്ങേയറ്റത്തുള്ള മാഗ്നസിൽ പോയി കഴിഞ്ഞാലും ഒരേ സർവീസ്, ഒരേ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരേ ഒരു ഹോസ്പിറ്റാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതാണ് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ ഗുണം. നിങ്ങളിതിൻ്റെ സ്റ്റോർ ഇൻറ്റീരിയൽ നോക്കിയാലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൂടാതെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കസ്റ്റമർ ട്രസ്റ്റ് ചെയ്തിട്ട് ഫോൺ നിങ്ങൾ കയ്യിൽ ഏൽപ്പിക്കും. കാരണം എന്താണ്, കാരണം ഇവർ ഈ സ്റ്റോറുകൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു നമുക്ക് നല്ല ബ്രാൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ബ്രാൻഡ് ഗുഡ് വിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അത് നല്ല രീതിയിൽ എന്തിനാണ് റെപ്യൂട്ടേഷനിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ മാഗ്നസിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോർ, മാഗ്നസ് സ്റ്റോഴ്സ് ആൻഡ് കെയർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് സ്റ്റോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ഏരിയയിൽ ഈ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോർ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഒരുപാട് ലൈക്ക് സർവീസ് സെൻ്ററുകൾ ബുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് അവർക്ക് മെസ്സേജ് ചെയ്യുക. എന്താണ് മെസ്സേജ് ചെയ്യേണ്ടത്, മാഗ്നസ് ഫ്രാഞ്ചൈസി മെസ്സേജ് ചെയ്യുന്ന സമയത്ത് വിത്തിൻ 2 ഡേയ്സിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ബന്ധപ്പെട്ട ഭരണ ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കും. 2 ഡേയ്സ് എന്ന് പറയാൻ കാരണം അത്രയും എൻക്വയറി വരുന്നതുകൊണ്ട് ഒരു ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ടൈം കൊണ്ട് മാത്രമാണ്. വിത്തിൻ 2 ഡേയ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു റെസ്പോൺസ് കിട്ടും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് പറഞ്ഞു, ഫ്രാഞ്ചൈസി കിട്ടുന്ന ആൾക്കാരുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞു, ഇവരെങ്ങനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ചെറുപ്പക്കാരായ ആൾക്കാർക്കും പ്രവാസികൾക്കും, പ്രത്യേകിച്ചൊരു നാട്ടിലൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ചില താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ, കാരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഈ അങ്ങോട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാതെ നടക്കില്ല. അപ്പോൾ അതിൻ്റെ സർവീസ് തീർച്ചയായിട്ടും എക്സ്ക്ലൂസീവ് ഷോറൂം. കാരണം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് സെയിൽസിൻ്റെ കൂടെ എന്ത് ചെയ്യും, സൈഡായിട്ട് സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ വെക്കും. ആ സെയിൽസ് കടയിൽ നിങ്ങൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവർ പറയും ലൈക്ക് നമ്മൾ നോക്കിയിട്ട് നാളെ തരാനോ, കാരണം അവരെന്ത് ചെയ്യും, ഇതൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് വേറൊരു ടെക്നീഷ്യൻ്റെ അടുത്തേക്കായിരിക്കും അയക്കുന്നുണ്ടാവുക. ആ ഒരു സംഭവം, ആ ഒരു അൺഓർഗനൈസ്ഡ് സെഗ്മെൻറ്റ് നമ്മൾ മാറ്റി ഓൺ എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി എല്ലാ ഏരിയകളിലും, പ്രത്യേകിച്ചിട്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഏരിയകളിലും നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്കിൽ പാർട്ട്ണറെ കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഉയർത്താൻ പറ്റും. അപ്പോൾ ഇതൊരു ഗുഡ് വിൽ ബ്രാൻഡാണ്. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കിട്ടും. യുണീക്നെസ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു കാരണവശാലും ഈ സ്കില്ല് നമ്മളെടുത്തുനിന്ന് നഷ്ടപ്പെടില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യും, അത്രയും നല്ല സ്കില്ലുള്ള കമ്പനിയാണ് ഇതുമായിട്ട് ഈ ഒരു ഫ്രാഞ്ചൈസി തരുന്നത്. കാരണം ഇവർ തന്നെയാണ് ഇവർക്ക് വേണ്ട ട്രെയിനിങ്സ്, അതായത് സ്റ്റാഫ്സിന് വേണ്ട ട്രെയിനിങ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു സ്റ്റോർ, മാഗ്നസിൻ്റെ സ്റ്റോർ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു സ്റ്റോർ മാനേജർ ഉണ്ടാവും, അതുപോലെ ഫീൽഡ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ട്രെയിനിങ്സ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് തൊട്ടിട്ട് ഇവർക്ക് വേണ്ട ടെക്നിക്കൽ ട്രെയിനിങ് അടക്കം കമ്പനി തന്നെയാണ് ഡയറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ വേറൊരു കസ്റ്റമർക്കുള്ള എക്സ്ക്ലൂസീവ് ഓഫർ എന്ന് പറയുന്നത്, തൊട്ടടുത്തുള്ള 5 കിലോമീറ്ററിനകത്താണ് ഈ ഒരു മൊബൈലിൻ്റെ പ്രോബ്ലംസ് നടക്കുന്നതെങ്കിൽ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറിയുടെ ഓപ്ഷൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഓൾ ടുഗദറൊക്കെ നല്ല ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. വളരെ നല്ല ആംബിയൻസും വളരെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻ്ററും ഉണ്ട്. പിന്നെ എന്ത് വേണം, ഇതിൽ പരം എന്ത് വേണം, ഒരു കസ്റ്റമർക്ക് ഡിലേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ടുള്ള ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രാഞ്ചൈസി ഇഷ്ടമുള്ള ആൾക്കാരും ഈ ഒരു ഫ്രാഞ്ചൈസി ഇത്തരത്തിലുള്ള ഫ്രാഞ്ചൈസി നോക്കുന്ന ആൾക്കാരും ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്കത് നല്ല രീതിയിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടേക്ക് അപ്പ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഷോർട്ട്, അതായത് 90 ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു, 70 ഓൾറെഡി വർക്കിങ്ങിലാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ലൈക്ക് അവരുടെ കോൺടാക്ട് ചെയ്ത് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.